ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ജെറിൻ. വെൽക്കം ജെറിൻ. ജെറിൻ ജോൺസൺ അല്ലേ? യെസ്. പറവൂരാണ് സ്ഥലം. നോർത്ത് പറവൂര്. അപ്പോൾ ജെറിൻ നിങ്ങൾക്ക് കാണാം, ജെറിൻ എന്നെ പോലെ കസേരയിലല്ല ഇരിക്കുന്നത്. ജെറിൻ സ്ഥിരമായിട്ട് ഇരിക്കുന്ന ഒരു കസേരയാണത്. ആ കസേരയിലാണ് ജെറിൻ യാത്ര ചെയ്യുന്നതും എല്ലാ സ്ഥലങ്ങളിലും പോകുന്നതും അല്ലേ? ജെറിൻ എന്താണ് സംഭവിച്ചത്? എനിക്ക് GNE മയോപ്പതി എന്ന് പറയുന്ന ഒരു ന്യൂറോ മസ്കുലർ ഡിസോർഡർ ആണ്. അപ്പോൾ ഇത്തരം ന്യൂറോ മസ്കുലർ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കേരളക്കാരെ കേട്ട് കാണുക SMA എന്ന് പറയുന്ന രോഗം, അതിൻ്റെ 16 കോടിയുടെ മരുന്ന്. ആ ഒരു മരുന്ന് വന്നതിന് ശേഷമാണ് കേരളക്കാരെ ഇത്തരം ജനിതക രോഗങ്ങൾ ഉണ്ടെന്നും ഇത്തരം രോഗാവസ്ഥകളെ കുറിച്ചുള്ള രോഗികളെ കുറിച്ചൊക്കെ അറിഞ്ഞു തുടങ്ങിയത് ആ ഒരു സമയത്തായിരിക്കും. എനിക്കും അത്തരത്തിലുള്ള ഒരു അസുഖമാണ്. എൻ്റെ അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അസുഖത്തിൻ്റെ സിംറ്റംസ് വിസിബിളായി തുടങ്ങുക 18-19 വയസ്സിലായിരിക്കും. ആ ഒരു സമയം വരെ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ നോർമലായിട്ട് നടന്ന് ജീവിച്ചൊരു വ്യക്തിയാണ്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഞാൻ നടക്കുന്നത് കണ്ട, എൻ്റെ ഇപ്പോൾ കൂടെ വന്നിരിക്കുന്ന കൂട്ടുകാരെല്ലാവരും ഞാൻ നടന്നിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. പിന്നീട് 18-19 വയസ്സാകുമ്പോഴാണ് എനിക്ക് നടത്തത്തിൽ ചെറിയൊരു വേരിയേഷൻ, അതായത് നമ്മൾ കാല് നടക്കുമ്പോൾ ഒരു വലിച്ചിൽ പോലെ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു. പിന്നീട് ഞാൻ EVM ഫോക്സ് വാനിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ ടെക്നീഷ്യനായിട്ടാണ് ഞാൻ ആദ്യം കയറിയത്. പിന്നീട് സർവീസ് അഡ്മിൻ ലെവൽ വരെ എത്തിയായിരുന്നു. പക്ഷേ എനിക്ക് പിന്നീട് അവിടെ വെച്ച് തന്നെ നടക്കുമ്പോൾ വീഴുന്നൊരു കണ്ടീഷനായി. പിന്നെ 2017 ആയപ്പോഴേക്കും എനിക്ക് ജോലിയെല്ലാം രാജിവെക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ നിലവിൽ വീട്ടിലാണ് ഇപ്പോൾ. എന്താണ് ഈ രോഗത്തിൻ്റെ അവസ്ഥ? എൻ്റെ പേരെന്താണ്? GNE മയോപ്പതി. അപ്പോൾ SMA എന്ന് പറയുന്നത് വേറെയാണ്. അപ്പോൾ ഇത് പല തരത്തിലുള്ള അവസ്ഥകളുണ്ട്. അതെ. ഇത് മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ് ന്യൂറോ മസ്കുലർ ഡിസോർഡേഴ്സ് എന്നാണ് മൊത്തത്തിൽ പറയുന്നത്. അതിലൊരുപാട് വിഭാഗങ്ങളുണ്ട്. അതായത് SMA എന്ന് പറയുന്ന സ്പൈനൽ മസ്കുലർ അട്രോഫി, പിന്നെ എൻ്റെ GNE മയോപ്പതി, പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പിന്നീട് കാണുന്നത് ലിംബ് ഗൈഡൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്, പിന്നെ DMD എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ബൈ ബർത്ത് നമുക്കുണ്ടാവുന്ന അവസ്ഥകളാണോ? യെസ്, എല്ലാ ജനിതക രോഗങ്ങളും നമുക്ക് ബൈ ബർത്ത് ഉണ്ട്. പക്ഷെ ഓരോ ഇതിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് അത് നമുക്ക് വ്യത്യസ്ത പ്രായങ്ങളിൽ വിസിബിളായി വരുന്നു എന്ന് മാത്രം ആണോ? അപ്പോൾ ഇത് ബൈ ബർത്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയാമായിരുന്നോ ഇങ്ങനെ ഒരു സംഭവം? ഇല്ല. പക്ഷേ അതായത് എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയാനായിട്ട് 18 വയസ്സ് വരെ എനിക്ക് ഞാൻ നോർമൽ ആയതുകൊണ്ട് ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു. 18-19 വയസ്സായപ്പോഴാണ് ഇതിന്റെ സിംറ്റംസ് എനിക്ക് വിസിബിൾ ആയി തുടങ്ങിയത്. ആ ഒരു സമയത്താണ് നമ്മൾ ഇതിന്റെ സ്വാഭാവികമായിട്ടും എന്താണെന്നുള്ള അറിയാനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ആ സമയത്താണ് ചെയ്യുന്നത്. പക്ഷേ ഈ DMD പോലുള്ള കേസുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുപ്രായത്തിൽ തന്നെ നടത്തത്തിൽ കുട്ടികൾക്ക് അറിയാനായിട്ട് സാധിക്കും. DMD ഇത്തിരി ക്രിട്ടിക്കലായിട്ടുള്ള കേസുകളാണ്. കാരണം അവരുടെ ഒരു ശരാശരി ആയുസ് എന്ന് പറയുന്നത് പോലും 20 വയസ്സ് വരെയൊക്കെയാണ്. അതിനുള്ളിൽ തന്നെ ഭൂരിഭാഗം കേസുകൾ ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് മരണങ്ങൾ ഇത് സംബന്ധിച്ച് നടന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, മൊബിലിറ്റി ഡിസ്ട്രോഫി അഥവാ മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിൽ നിലവിൽ ഇപ്പോൾ 700-നടുത്ത് അംഗങ്ങളുണ്ട് ഞങ്ങൾക്ക്, കേരളത്തിൽ നിന്ന് മാത്രം. 700 എന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ മുഖത്ത് ആ ഒരു ഞെട്ടൽ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥ കണക്കെന്ന് പറയുന്നത് അതിൻ്റെ ഏകദേശം ഒരു 20 ഇരട്ടി വരെയുണ്ട്. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത്രയും രോഗികളുണ്ട്. അതായത് തങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗം എന്തെന്നറിയാത്ത രോഗികൾ പോലും നമ്മുടെ നാട്ടിലുണ്ട്, മരിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഈ പറഞ്ഞ മൊബിലിറ്റി ഡിസ്ട്രോഫി എന്ന് പറയുന്ന സംഘടന 2017 രൂപീകൃതമായത്. ഇപ്പോൾ 2025 അവസാനിക്കാൻ പോകുന്നു. ഈ ഒരു നിമിഷം വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 100ഓളം അംഗങ്ങൾ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് മാത്രം ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ ഒരു മീഡിയയും ഇത് സംബന്ധിച്ച് വാർത്തകൾ വരാറില്ല. പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാർത്തകളിൽ വരുന്ന വൈരുദ്ധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ വാർത്തകൾ വരുമ്പോൾ ന്യൂമോണിയ ബാധിച്ച് മരിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചായിരുന്നു. സ്വാഭാവികമായി വാർത്ത വരുമ്പോൾ എന്നാണ് വരുന്നത്, ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ഭിന്നശേഷിക്കാരി യുവതി മരിച്ചു എന്നാണ് വാർത്ത വന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ആ തൊണ്ടയിൽ കുടുങ്ങാനുള്ള സാഹചര്യമെന്നോ എന്താണ് ആ കുട്ടിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നോ ആരും അന്വേഷിച്ചിരുന്നില്ല. അത്തരത്തിലാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ പനി ബാധിച്ച് മരിച്ചു, ന്യൂമോണിയ ബാധിച്ച് മരിച്ചു എന്നെല്ലാം വാർത്തകൾ വരുന്നു. പക്ഷേ യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള ന്യൂറോ മസ്കുലർ ഡിസോർഡറാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു അസുഖത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് അവർക്ക് കഫക്കെട്ട്, അല്ലെങ്കിൽ തൊണ്ടയിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്, ബ്രീത്തിങ്ങിന് ഇഷ്യൂസ്, അങ്ങനെ മറ്റു പല പ്രശ്നങ്ങളുണ്ടാവുകയും അത് സ്വാഭാവികമായിട്ട് മരണത്തിലേക്ക് വരെ നയിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ക്ലൈമറ്റ് വരെ ഞങ്ങൾക്ക് വില്ലൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴും ചൂടായാലും തണുപ്പായാലും ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്.